എല്ലാവർക്കും നമസ്കാരം. ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജോയ്സൺ. എൻ്റെ അടുത്ത് വളരെ കോമൺ ആയിട്ട് ഈടെ വന്നൊരു ക്വസ്റ്റ്യനാണ്, ഹിസ്ട്രോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ HPD അനുഭവിക്കുന്ന ആൾക്കാർ എംപത്തറ്റിക് ആണോ, അതായത് അവർക്ക് അനുകമ്പയുണ്ടോ എന്ന്. HPD ഉള്ളവർക്ക് നമ്മൾ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അവർ അൺഎംപത്തറ്റിക് ആയിട്ടാണ്, അതായത് അനുകമ്പ കുറവായിട്ടുള്ള രീതിയിലാണ്. ഇത് എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. അനുകമ്പ എല്ലാവരുടെ ഉള്ളിലും ഒരു ചെറുതായിട്ടുള്ള രീതിയിലെങ്കിലും എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. പക്ഷെ ഇവരിലത് അനുകമ്പ കുറഞ്ഞ രീതിയിലാണ് കാണുന്നത്. കൂടാതെ ഇവർക്കുള്ള പ്രത്യേകത എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഇവരെ കുറിച്ചുള്ള സെൽഫ് അവെയർനെസ്. ആ സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു നമ്മൾ എന്താണ്, നമ്മളുടെ ആഗ്രഹങ്ങൾ എന്താണ്, നമ്മളുടെ ലക്ഷ്യങ്ങൾ എന്താണ്, ഞാൻ ഏത് തരത്തിലുള്ള ഒരു അഭിപ്രായവും അല്ലെങ്കിൽ വീക്ഷണവുമുള്ള ആളാണ് എന്നൊക്കെയുള്ള ഒരു ധാരണ ഇവർക്ക് കുറവായിരിക്കും. കൂടാതെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. അതുപോലെ തന്നെ ആ ഇമോഷണൽ ലെവലിൽ കാര്യങ്ങളെ മനസ്സിലാക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനും മുന്നേറാനുമായിട്ടുള്ള കഴിവെന്ന് പറയുന്നത് അത് ഇവർക്ക് കുറവായിരിക്കും. കൂടാതെ മറ്റൊരു കാര്യം ഇവരിൽ പ്രധാനപ്പെട്ടത് ശ്രദ്ധിക്കേണ്ടത്, ഒരു സാഹചര്യത്തിൽ ഇവർക്ക് സെൻറ്റർ ഓഫ് അറ്റൻഷൻ ആവാൻ സാധിക്കുന്നില്ല, എല്ലാവരെയും ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥയാണെങ്കിൽ ഇവർ അവിടെ മാനിപ്പുലേറ്റീവായിട്ട് പെരുമാറാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് കൂടുതലാണ്. ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവർ എല്ലാവരും കംപ്ലീറ്റ്ലി മാനിപ്പുലേറ്റീവ് അല്ലെങ്കിൽ റോങ് ഇൻറ്റൻഷനുള്ള നെഗറ്റീവ് പീപ്പിൾസ് ആണെന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്. ഇവരുടെ ചില തരത്തിലുള്ള ചിന്താഗതികൾ മൂലം, മനസ്സിൻ്റെ വൈകല്യം മൂലം പലപ്പോഴും കാര്യം ഇവരുടെ പരിധിയിൽ ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുവരാനായിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതയോ പ്രകടിപ്പിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. ഇതിവരുടെ രോഗാവസ്ഥ കൊണ്ടാണ്. ഇവർ പഠിച്ചെടുത്തിട്ടുള്ള തെറ്റായ രീതികൾ ആണ് ഇതിന് കാരണമായിട്ടുള്ളത്. സോ ആ രീതികൾ മാറ്റിയെടുക്കുമ്പോൾ ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് നിലനിൽക്കുന്ന തെറാപ്യൂട്ടിക് രീതികളിലൂടെ ഈ പ്രശ്നങ്ങൾ, ഇവരുടെ വ്യക്തിത്വത്തിന്റെ ഈ ഏറ്റക്കുറവുകൾ, ആ വൈകല്യത്തെ മാറ്റിയെടുക്കുമ്പോൾ ഇവർക്ക് വളരെ ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം അനുഭവിക്കുന്നെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായത്തോടെ ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കാം. കേട്ടതിന് എല്ലാവർക്കും നന്ദി. നമസ്കാരം.